അതിന്റെ മണ്ടയോട് തൂണ് വീണ രണ്ടാമത് ഞാൻ വന്നു കഴിഞ്ഞതെല്ലാം ഉണ്ടായും വിളിച്ചു. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇന്നലെ രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൽ നടന്ന സംഭവമായിട്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഒരു ഭയങ്കര ഭീകരമായിട്ടൊരു ശബ്ദം കേട്ട് ഞങ്ങൾ എല്ലാവരും ആദ്യമേ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. കാരണം ആദ്യമേ ഒരു ശബ്ദം കേട്ട് അപ്പം ഞാനും അമ്മയും എന്താണെന്നറിയാൻ വേണ്ടി വീടിൻ്റെ പുറകിൽ കതവ് തുറന്ന് നോക്കിയപ്പം ഈ ഒരു മാവ് കിടന്ന് ആടുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഓർത്തു കാറ്റ് വല്ല വീശിയിട്ട് ഏതെങ്കിലും കമ്പ് വല്ലതും ഒടിഞ്ഞപ്പോൾ അങ്ങനെ ആടുന്നതായിരിക്കും. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു ശബ്ദം കേട്ടു. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഈ മാവ് ഒടിഞ്ഞ് വീഴുമെന്ന്. അപ്പം നമുക്കാർക്കും ഒന്നും പറ്റിയിട്ടൊന്നും ഇല്ല. എന്നാലും ഈ മാവിലെ മാങ്ങ അങ്ങനെ നമുക്ക് കഴിക്കാൻ കിട്ടാറില്ല. കാരണം ഈ മാവാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും പൊക്കമുള്ള മാവ്. കാരണം അപ്പോൾ ഇതിൽ നിന്ന് മാങ്ങ താഴോട്ട് വീണാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിന് ഒറ്റ ശിഖരമേ ഉള്ളൂ മേലോട്ട്. എന്താ സംഭവിച്ചെന്നറിയില്ല, എന്തായാലും ഒടിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പം കുറേ മാങ്ങ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ സത്യമായിട്ട് സങ്കടം വന്നു പോയി കേട്ടോ. പിന്നെ നമ്മൾ കുറേയൊക്കെ പിറകി നമുക്ക് എന്തായാലും ഇത്ര മാങ്ങയുടെ ആവശ്യമില്ല. നമ്മുടെ അയൽവക്കത്തിലുള്ളവർക്കെല്ലാം കൊടുത്തു. കുറേയൊക്കെ പൊട്ട് മാങ്ങയാണ്, കുറേയൊക്കെ പിന്നെ വേണ്ടവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അയൽവക്കത്തുള്ളവർക്കെല്ലാം ഞാൻ എടുത്ത് കൊടുത്തു. പിന്നെ ഞാനാണ് ഓൺലൈനിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഡേറ്റ് ഇന്നല്ല വരുമെന്ന് പറഞ്ഞു, പക്ഷെ നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ മറ്റേ മീഷോയിലൊരിടയ്ക്ക് ഒരു ഓഫർ കിടന്ന സമയത്ത് ഞാൻ ഓർഡർ ആക്കിയതാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ വില 210 ആയിട്ട് കിടക്കുന്നത് ഒരു സെറ്റിന് മാത്രം. ഇത് 2 സെറ്റ് ഉള്ളതാണ്. ഞാൻ ഓഫറുള്ള സമയത്ത് വാങ്ങിയതാണ്. നല്ല ഉപകാരപ്പെടും. നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോകുമ്പോൾ നമ്മുടെ ഇന്നവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ചാർജർ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു ഓർഗനൈസറാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാങ്ങ പെറുക്കാൻ പോയി. ഞാനായിരുന്നു മാങ്ങ പെറുക്കി നടന്ന്. കാരണം വേറെ ആരും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ആ മാവിൻ്റെ ഇടയ്ക്കെല്ലാം വലിഞ്ഞ് കുത്തി കയറി ആ തറയിൽ കിടക്കുന്ന മാങ്ങ എല്ലാം പെറുക്കി കേട്ടോ. പിന്നെയും പെറുക്കിയപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു. രണ്ടാമത് ഇറക്കാൻ പോയിട്ട് അത് നമ്മൾ കുറച്ച് പേർക്ക് കൊടുക്കാൻ, അനിയൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനും പിന്നെ വേറെ കുറച്ച് പേർക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞവർക്ക് എല്ലാം കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ മാവിൽ നിന്ന് നമുക്കങ്ങനെ മാങ്ങ കഴിക്കാൻ വളരെ റെയറായിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പം നമ്മളും കുറച്ച് നേരം നമുക്ക് വേണ്ടി മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ പൊട്ട് മാങ്ങയുണ്ട്, കുറച്ച് വിളഞ്ഞ മാങ്ങയുണ്ട്. എന്തായാലും ഒരു ആ മരം ഒടിഞ്ഞ് വീണതിൽ സങ്കടമുണ്ട്. പിന്നെ അതിനി പൊട്ടി കിളിക്കുമെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ പാതിക്ക് വെച്ചാണ് ഒടിഞ്ഞേക്കുന്നത്, അറിയത്തില്ല. പിന്നെ നമുക്ക് നോമ്പ് തുറക്കാൻ ഇന്ന് ബിരിയാണിയും ആയിരുന്നു, വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു വീഡിയോ കാണുന്നേരം ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ.